എടാ ഈ അങ്കിളിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലടി. എന്താ? അതുണ്ടല്ലോ, നമ്മള് ചാവക്കാട് ബീച്ച് ക്ലീനപ്പ് ചെയ്തില്ലേ, അതിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോക്കാലോ. ഞാൻ സിയ ചാവക്കാട് വർക്കൂട്ടിയുടെ സ്ഥലം കടപ്പുറം. ഇത് ഞങ്ങൾ ചാവക്കാട് കടപ്പുറം കേട്ടോ. അടിപൊളിയാണ്. ഒരു നാറി വന്നിട്ട് ഞങ്ങളെ കടപ്പുറത്തിന് വളരെ മോശമായി ചിത്രീകരിച്ച്. ഒരു പച്ചേഷ് നാറി ചെറ്റ. അവൻ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അവന് കേരളമല്ല, ലോകം മുഴുവൻ ക്ലീൻ ആക്കാൻ നടക്കണവന്. ലോകം മുഴുവനും ക്ലീൻ ആക്കാനായിട്ട് ഒരാൾ മുന്നോട്ടിറങ്ങുന്നത് നല്ല കാര്യമല്ലേ? അതിനെ എന്തിനാണ് ചീത്തയായിട്ട് ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ, ഒരാളെ ചുറ്റുമുള്ള നായ്ക്കളെല്ലാം കൂടെ കളിയാക്കുമ്പോഴത്തേക്കും ആക്രമിക്കുമ്പോഴത്തേക്കും അത് കണ്ട് രസിക്കാനും അതിൻ്റെ പുറകെ വാലെ തൂങ്ങാനും ഭയങ്കര സുഖമാണല്ലോ. അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കാം. അതല്ല, മുനിസിപ്പാലിറ്റിയിൽ കുപ്പത്തൊട്ടി കോരാൻ നടന്നൂടെ? നല്ല ശമ്പളം കിട്ടില്ലേ? മുനിസിപ്പാലിറ്റിയിൽ കുപ്പത്തൊട്ടി കോരാൻ പോകണോ, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ് കമ്പനി തുടങ്ങി മുന്നോട്ട് പോകണോ, ഇടയ്ക്ക് ഫ്രീ ആയിട്ട് ക്ലീനപ്പ് ആക്ടിവിറ്റീസ് ചെയ്യണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് വേണ്ടി നിങ്ങളാരും കഷ്ടപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. അതിനുള്ള ഫ്രീഡം ഞാൻ ഒരുത്തനും കൊടുത്തിട്ടുമില്ല, തീരെഴുതി കൊടുത്തിട്ടില്ല. ഈ പേരെടുക്കാൻ വേണ്ടിയിട്ട് സിറിഞ്ച് വെക്കാം. എവിടെയൊക്കെ കിടന്നിട്ട് സിറിഞ്ചുകൾ എടുത്തിട്ട് അവൻ ചാവക്കാട് വളരെ മോശമാണ്, ഇവിടെ ഭയങ്കര ഡ്രഗ് അടിക്കുന്ന ആൾക്കാരാണ്. എവിടെയൊക്കെയോ കിടന്ന സിറിഞ്ചുകൾ ഞാൻ പെറുക്കി വേറെ എവിടെയൊക്കെയോ കൊണ്ടിട്ടിട്ടില്ല. ചാവക്കാട് ബീച്ചിൽ പോയി അവിടെ ഞങ്ങളൊന്ന് ചില്ലാൻ പോയപ്പോഴത്തേക്കും കണ്ട സിറിഞ്ചും മെഡിക്കൽ വേസ്റ്റും എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് അവിടുത്തെ അധികാരികളെയാണ് ഏൽപ്പിച്ചത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഒരു ദിവസം ചുമ്മാ ഒന്ന് ചില്ലാൻ പോയാൽ ഞാൻ അടുത്ത ദിവസം കൂടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയെ കോൺടാക്ട് ചെയ്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കോൺടാക്റ്റ് മേടിച്ചിട്ട് ആരോഗ്യവകുപ്പിലൊക്കെ പോയിട്ട് പിന്നെ ഇവിടെ വന്ന്, അതായത് ചാവക്കാട് ബീച്ചിൽ വന്നിട്ട് അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഞാൻ ക്ലീനപ്പ് ചെയ്ത വേസ്റ്റുകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇവരൊക്കെ പേരെടുക്കാൻ ചെയ്യുന്ന പരിപാടികളായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവിടെ ഭയങ്കര ഡ്രഗ് അടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒന്നുമില്ലടാ, നീ ഇങ്ങോട്ട് വാ. ഞങ്ങളെപ്പോലത്തെ മാന്യമായിട്ടുള്ള ജീവിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. ഡ്രഗ് അടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഡ്രഗ് അഡിക്ട്സ് ആണെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീഡിയോ കൃത്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഡ്രഗും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇതിന് അങ്ങനെ ഒരു യൂസ് ഉണ്ടെന്ന് അറിയാവുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു ഇൻസുലിൻ സിറിഞ്ച് മാത്രമാണ്. ഇൻസുലിനുള്ള ഇൻസുലിൻ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ അപ്പാരറ്റസ് മാത്രമാണ്. അല്ലാതെ അതിന് വേറൊരു യൂസ് ഉണ്ടോ എന്നുള്ളത് സാധാരണക്കാരനെ അറിയത്തില്ല, ഉപയോഗിക്കുന്നവന് അറിയാൻ പറ്റുമായിരിക്കും. ഇനി ഈ വക വർത്താൻ വേണ്ടി നീ ചാവക്കാടൊക്കെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ മണ്ട, അതായത് ഇങ്ങനെ തുപ്പലും തേച്ചാൽ മണ്ടൊക്കെ കൂട്ടില്ലേ, ആ കൂട്ടുകൂട്ടാനായിട്ടാ. തുപ്പലും തേച്ച് നടക്കുന്ന അങ്കിളുമാരുടെ മുമ്പിലോട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. നിൻ്റെയൊക്കെ തുപ്പലിൻ്റെ കണക്കെടുക്കാനോ തുപ്പൽ ഡീപ്പ് ക്ലീൻ ആക്കാനോ അല്ല, ഒരു ക്ലീനപ്പ് ആക്ടിവിറ്റിക്കായിട്ട് ഒരു ക്ലീനപ്പ് ക്യാമ്പയിൻ, അത്യാവശ്യം നല്ലൊരു മേജർ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ഗ്രീൻ ഹൗസ് ചാവക്കാട് ബീച്ചിൽ വരുന്നുണ്ട്. അതോറിറ്റീസിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും സമയവും സന്ദർഭമൊക്കെ ഞാൻ അറിയിക്കാം. അന്ന് എല്ലാവരും വരണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ക്ലീനപ്പ് ആക്കാനുണ്ടെന്നുള്ളത്. ഇത് ആക്ച്വലി ചാവക്കാട് ബീച്ചിനെയോ അല്ലെങ്കിൽ ചാവക്കാടത്തെ മനുഷ്യരെയോ കുറ്റം പറയുന്നയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നയോ ഒറ്റപ്പെടുത്തുന്നയോ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല. ഇത് ചാവക്കാട് ബീച്ചിനെയും കേരളത്തിലെ മുഴുവൻ ബീച്ചുകളെയും ലോകത്തെ മുഴുവനായിട്ടും ക്ലീനപ്പ് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമാണ്. പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ളതാണ്. അല്ലാണ്ട് പ്രകൃതി സംരക്ഷിക്കുന്നവരുത്തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും താറടിച്ചുകൊണ്ടും കാണിക്കുന്ന പരിപാടികളല്ല. ഞങ്ങൾ ചാവക്കാട് ബീച്ചിൽ ആദ്യമായിട്ട് പോയപ്പോഴത്തേക്കും എടുത്തൊരു വീഡിയോ ആണ് ഇപ്പൊ കാണിക്കുന്നത്. നീ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിൽ കയറി ചവിട്ടിയാണ്. ഇപ്പൊ ഇവൻ കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇതിപ്പോ ഞങ്ങളത് എടുത്ത് മാറ്റിയതുകൊണ്ട് വേറെ ആരും അവിടെ ഒന്നും ചവിട്ടത്തില്ല. ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അതെടുത്ത് മാറ്റി മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാകുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും അത്. ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടതാണ് ഈ ഒരു നീഡിൽ, കണ്ടില്ലേ അറ്റത്തേ സൂചി ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇട്ടേച്ച് പോകണത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് പെറുക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അകത്തോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ട്രാഷ് ബിന്നിലോട്ട് ഇടാം കേട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റിസ്കിൽ നിന്ന് ഒഴിവായി പോകുക എന്നുള്ളത് മാത്രമല്ലാണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് ബിന്നിലോ കാര്യങ്ങളോ ഇടുക. നമ്മൾ ആക്സിഡൻ്റിൽ ഒരു സിറിഞ്ച് കണ്ടപ്പോഴത്തേക്ക് നോക്കിറങ്ങിയാണ്. അപ്പോഴാണ് പിന്നെയും നമുക്ക് സിറിഞ്ചസ് കാണാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് പറ്റുന്ന എത്രത്തോളം കളക്ട് ചെയ്ത് മാറ്റിയേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം കാര്യം നോക്കി പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ചാവക്കാട് ബീച്ചൊന്നും പോയിട്ട് ക്ലീനപ്പ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ടൈം വരെ യാതൊരു രീതിയിലും മൈൻഡിൽ വന്നിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ വേറൊരു കാര്യത്തിനായിട്ട് പോയപ്പോഴത്തേക്കും ഒന്ന് ബീച്ച്, അടുത്തുള്ള ബീച്ച് എവിടെയാണെന്ന് നോക്കി അവിടെ പോയപ്പോഴത്തേക്കുമാണ് ചാവക്കാട് ബീച്ചിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഇതുപോലെ മെഡിക്കൽ വേസ്റ്റ് കാണുമ്പോഴത്തേക്കും അത് ക്ലീനപ്പ് ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് മുനിസിപ്പാലിറ്റി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിലല്ലേ എൻ്റെ വൈഫിൻ്റെ കാലിൽ കൊള്ളാൻ പോയത് അവളെ ഞാൻ രക്ഷിച്ചായിരുന്നു. പക്ഷെ അവളെ മാത്രം രക്ഷിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്തൊരാൾക്ക്
ഇതുകൊണ്ടൊരു പ്രിക്ക് കിട്ടാനൊരു ഒരു കുത്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ എഫേർട്ട് ഇട്ട് അവിടെ കുറച്ചുകൂടെയൊക്കെ നോക്കിയിട്ട് ക്ലീനപ്പ് ചെയ്ത് അടുത്ത ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കി. അതായത് കൂടുതൽ ക്ലീനപ്പ് ചെയ്തിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയെയും അവിടുത്തെ ആരോഗ്യ വകുപ്പിനെയും പിന്നെ ബീച്ചിൽ തന്നെ ചാവക്കാട് ബീച്ചിൽ തന്നെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് അവരെ ഏൽപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ അങ്കിള് എവിടെയാണ് ഡ്രഗ് എന്നുള്ള ടേം കേട്ടത്, അല്ലെ അവിടുത്തെ ആൾക്കാരെ ഞാൻ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നതായിട്ട് കണ്ടത് എന്നുള്ളൊരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് അന്ന് തന്നെ എടുത്ത വേറൊരു വീഡിയോ കാണാം. അതായത് നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്ത ബോട്ടിലിനകത്തുള്ള സിറിഞ്ചസ് നമ്മൾ എവിടെ കൊണ്ട് വെച്ചു എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. തൃശ്ശൂർ ചാവക്കാട് മുനിസിപ്പാലിറ്റിയാണ് വിളിച്ചത് കേട്ടോ. നമ്മളിപ്പം ചാവക്കാട് ബീച്ചിലാണ്. ഇവിടുന്ന് കളക്ട് ചെയ്ത 4 സിറിഞ്ചുകളാണുള്ളത്. ഈ ലാസ്റ്റത്തെ സിറിഞ്ച് അകത്തോട്ട് എത്ര തള്ളിയിട്ടും കയറുന്നില്ല, അതുകൊണ്ടാണ് ഇത് അടച്ചു വെക്കാൻ പറ്റാത്തത്. പക്ഷേ മേളത്തെ സിറിഞ്ച് വെച്ച് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ സ്പില്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും എനിക്കിപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് അവർക്കിന്ന് അനുമതിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈ വേസ്റ്റ് ബിന്നിനകത്തോട്ട് സേഫായിട്ട് കണ്ടോ നോക്കിയേ സേഫായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയർപേഴ്സൻ്റെ കയ്യിലും ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കയ്യിലും ബീച്ചിൽ കണ്ട സിറിഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ബീച്ചിലോട്ട് വന്നിട്ട് അവിടെ ബാക്കിയുള്ള സിറിഞ്ച് നീഡിലും കൂടെ കളക്ട് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചേക്കാം. വന്ന ഉടനെ തന്നെ നമുക്കൊരു വയൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട. അപ്പോൾ അതേ സിറിഞ്ച് നമ്പർ 1, അപ്പോൾ സിറിഞ്ച് നമ്പർ 2, 4, 6, 8, 10, 14 4ക്ക് തുടങ്ങിയ ക്ലീനപ്പാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. വെറും 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 7 വയലുകളും 14 സിറിഞ്ചുകളും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എത്രത്തോളം റിസ്ക് സാഹചര്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്കും ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ എഫേർട്ട് ഇട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ക്ലീനപ്പ് ആക്ടിവിറ്റി. പിന്നെ നമ്മൾ അടുത്ത മാസം ഇതുപോലെ തൃശ്ശൂർക്ക് പോയപ്പോഴത്തേക്കാണെങ്കിലും വീണ്ടും നമ്മൾ ചാവക്കാട് പോയി. കാരണം എന്ന് വെച്ചാൽ ഇതൊരു റെഗുലർ ക്ലീനപ്പ് ആക്ടിവിറ്റി ആക്കി മാറ്റണമെന്ന് തോന്നി. കാരണം നമ്മൾ അവിടെ ഒരു വട്ടം ഇങ്ങനെ ഇഷ്യൂ കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ മാസം പോകുന്ന സ്ഥലമാണ് തൃശ്ശൂർ സൈഡ്. അപ്പോൾ എന്തായാലും ചെയ്തേക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ നമ്മൾ അടുത്ത മാസം പോയിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വലും കൂടെ കാണിച്ചു തന്നേക്കാം. നമ്മൾ വീണ്ടും ചാവക്കാട് ബീച്ചിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ സിറിഞ്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വയൽ കിട്ടിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ്റെ മരുന്നുകളൊക്കെ വരുന്ന ഒരു ബോട്ടിലിനെയാണ് നമ്മൾ വയലെന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മാസം ക്ലീനപ്പ് ആക്കിയോണ്ടായിരിക്കാം ഇപ്രാവശ്യം ബീച്ച് സൈഡിൽ ഓൾമോസ്റ്റ് ക്ലീൻ ആയിരുന്നു. അതായത് സിറിഞ്ചും വയലൊക്കെ നമുക്ക് ആകെ ഒരു അരമണിക്കൂർ കൊണ്ട് 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മാസം വന്ന് ക്ലീനപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്. അപ്പം ഇത് 1-2 ദിവസങ്ങൾ കൊണ്ട് ആൾക്കാർ ഡംപ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കടലിൽ നിന്ന് അടിച്ച് കയറുന്നതോ ഒന്നും അല്ല. കാലങ്ങളോളം കിടന്ന് കരയിൽ ഇങ്ങനെ അടിയുന്ന സംഭവമാണ്, അല്ലാണ്ട് ഓവർനൈറ്റ് സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമുക്ക് അടുത്ത മാസം പോയപ്പോഴത്തേക്കും കാണാൻ പറ്റിയത്. ജസ്റ്റ് അരമണിക്കൂർ കൊണ്ട് ഒറ്റ സിറിഞ്ചും ഒറ്റ വയലും മാത്രമേ നമുക്ക് കിട്ടിയുള്ളായിരുന്നു. ഇതിനകത്തും നമ്മൾ അനാവശ്യമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഒരു പ്രദേശത്തെയും ചിത്രീകരിച്ചിട്ടില്ല. നമ്മുടെ ക്ലീനപ്പിനെ നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് ക്ലീനപ്പ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള അവയർനെസ് മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ക്ലീനപ്പുകളെ ഡോക്യുമെന്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കാരണം നാളെ ഒരു ചോദ്യം വന്ന് ഇതുപോലത്തെ മെഡിക്കൽ വേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, ഇതൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴും നമുക്ക് പ്രോപ്പർ തെളിവിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ കാണാം. എന്തായാലും നമ്മൾ ഇനി ഈ ഒരു കാറ്റാടിയുടെ ഏരിയയും കൂടെ നൈസായിട്ടൊന്ന് ക്ലീനപ്പ് ആക്കാനായിട്ട് പോവുകയാണേ. ആലപ്പുഴ ബീച്ച്, ചാവക്കാട് ബീച്ച്, വൈപ്പിൻ ബീച്ച്, ഈ 3 ബീച്ചുകളിലായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 150-ന് മേളിൽ സിറിഞ്ചുകൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരുടെ അംഗീകാരം കിട്ടാനോ അല്ലെങ്കിൽ ആരും നല്ലത് പറയാനോ വേണ്ടിയല്ല. ഞങ്ങൾ ഈ കളക്ട് ചെയ്ത സിറിഞ്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഹെൽത്ത് പോലും നോക്കാതെയാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്വന്തം വീട്ടിലെ കാര്യം പോലും നോക്കാത്തവന്മാരായിരിക്കും ഇവിടെ കിടന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും ചോദിക്കുക, ഒന്ന് ഉപദ്രവിക്കായിരുന്നു ഇവിടെ. ഇതിനകത്ത് നിങ്ങളെ ഞാൻ വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചല്ലോ. ഇതിനകത്ത് നിന്ന് എവിടെയാണ് ഈ പറയപ്പെടുന്ന അങ്കിള് അല്ലെങ്കിൽ ഈ ചെയ്ത അങ്കിള് ഡ്രഗ്സ് എന്നും ഡ്രഗ് അഡിക്സ് എന്നും ഒക്കെ ഉള്ള ടേംസ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് ഞാൻ ചാവക്കാട് ബീച്ചിനെയും ചാവക്കാട് ബീച്ചിൻ്റെ അടുത്തുള്ള നിവാസികളെയും അനാവശ്യമായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചത്? നമ്മൾ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, വളരെ മാന്യമായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും മോശമായിട്ട് താറടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ശ്രദ്ധ പിടിച്ചു പറ്റാനോ വൈറലാവാനോ ഈ പറയപ്പെടുന്ന കുറേ ട്രോളന്മാരുടെ കാലത്ത് ഒരു ന്യൂജനായിട്ട് പ്രത്യക്ഷപ്പെടാനോ ആയിരിക്കാം ഈ അങ്കിൾ ഇപ്പം കഷ്ടപ്പെടുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും വളരെ മര്യാദപൂർവ്വമുള്ള മാന്യമായിട്ടുള്ളൊരു ഡീലിംഗ് ആയിരുന്നു പുള്ളി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലമണ്ടയ്ക്കിട്ട് തുപ്പിൽ തേച്ച് കൊട്ടുവന്നു. തുപ്പിൽ തേച്ച് കൊട്ടാനൊക്കെ ആയിട്ട് വേറെ വല്ലയിടത്തും പോവുക. പിന്നെ അനാവശ്യമായിട്ട് ഒരാളുടെ ലൈഫിൽ കയറി വന്നിട്ട് നീ ചെയ്യുന്ന നല്ല കാര്യവും ഞങ്ങൾ ചെയ്യിക്കൂല എന്ന് പറയുന്ന അല്ല ഹീറോയിസം. അതാവരുത് ഹീറോയിസം. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാലം കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കാലത്തിനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയ ജീവജാലങ്ങളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമ്മൾ ഇനിയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഒരു കിടിലൻ ക്ലീനപ്പ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചാവക്കാട് ബീച്ചിൽ തന്നെ പോകും.
ആ പോകുന്ന ഫുൾ വിഷ്വൽസും നമ്മൾ വീഡിയോസും ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും. അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഇതിനെതിരെ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇയാളെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല.